പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ ദൈവമാതാവിൻ്റെ കരം പിടിച്ച് ദൈവപിതാവിനെ മുഖാഭിമുഖം കാണുവാൻ ഈ ഭൂമിയിലായിരുന്നുകൊണ്ട് മരിയൻ ഉടമ്പടി എടുത്തുകൊണ്ട് കൂടുതൽ വിശ്വസ്തയോടെ തീക്ഷ്ണതയോടെ ഉടമ്പടി നിബന്ധനകൾ പാലിച്ചു മുന്നേറാൻ ഉതകുന്ന ലിവിങ് ഓറക്കിൾസ് ജീവവചസ്സുകൾ എന്ന വലിയ ശുശ്രൂഷയുടെ 65ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ സാക്ഷ്യ വചന വിശകലനത്തിനായി എടുത്തിരിക്കുന്നത് പാലായിൽ നിന്നുള്ള അനില എന്നൊരു മകളുടെ സാക്ഷ്യമാണ്. എൻ്റെ പേര് അനില, ഞാൻ പാലായിൽ നിന്ന് വരുന്നു. സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു യൂത്തിൻ്റെ സാക്ഷ്യമാണ്. ഒരു സാധാരണ വിശ്വാസമുള്ളൊരു മകളെ ദൈവമാതാവ് വലിയ കാരുണ്യം കാണിച്ച് ഒരു അസാധാരണ വിശ്വാസത്തിൻ്റെ തലത്തിലേക്ക്, അതുമല്ലെങ്കിൽ സാക്ഷ്യത്തിലേക്ക് ഉയർത്തുന്ന വലിയൊരു സാക്ഷ്യമാണ്. അത് ഈ മകളുടെ ഒരു മെറിറ്റ് നോക്കാതെയാണ് പരിശുദ്ധമ്മ വലിയൊരു കാരുണ്യം കാണിക്കുന്നത്. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ യൂത്തിൻ്റെ ഇടയിലൊക്കെ ഒരുപാട് പേരാണ് ഈ പരിശുദ്ധമ്മ നമ്മുടെ ഈ കൃപാസനത്തിൽ പ്രത്യക്ഷയായ ദൈവമാതാവിൻ്റെ വലിയ ദൈവിക ഇടപെടലുകൾ പങ്കുവയ്ക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. ഇപ്രകാരം തന്നെയാണ് അനില എന്ന മകളും കൃപാസന മാതാവിനെ പരിചയപ്പെടുന്നത്. ഈ കൃപാസന മാതാവിനെ പരിചയപ്പെടുത്തുന്നവർ രണ്ടാമത് ചെയ്യുന്നൊരു കാര്യം, ഒന്ന് ഇവിടെ മരിയൻ പ്രത്യക്ഷീകരണം നടന്നതാണെന്ന് നമ്മൾ മറ്റുള്ളവരോട് പറയും. രണ്ട് പറയുന്നത് ഉടമ്പടി എന്ന വലിയൊരു പ്രാർത്ഥനയെ പറ്റിയാണ്. കാരണം മരിയൻ ഉടമ്പടി എന്ന് പറയുന്നത് വലിയ ഉറപ്പാണ്. പക്ഷേ ഈ ഒരു സാക്ഷ്യത്തിൻ്റെ ഒരു ഡിഫക്റ്റ് എന്ന് പറയുന്നത് ഈ മകൾ മരിയൻ ഉടമ്പടിയിലേക്ക് വരാൻ കുറച്ച് വൈകിപ്പോയി. അതിൻ്റെ കാരണം ഈ മകൾ തന്നെ പറയുന്നുണ്ട്, എനിക്ക് അങ്ങനെ ഒരു ആധ്യാത്മിക അഭ്യാസങ്ങൾ ചെയ്ത് ഒരു ശീലമില്ല. ഇന്ന് ഒരുപാട് യൂത്ത്, പ്രത്യേകമായിട്ട് കരിയർ ഇല്ലാതെ വിഷമിക്കുന്ന യുവജനത, ആരുമാവട്ടെ ഏത് ഏജിലുള്ളവർക്കാണെങ്കിലും കണ്ടിരിക്കാൻ പറ്റിയ ഒരു, നിങ്ങൾ കേട്ടിരിക്കേണ്ട ഒരു സാക്ഷിയാണ്. കണ്ടിരിക്കാൻ പറ്റിയത് മാത്രമല്ല, ഈ മകളുടെ ജീവിതത്തിൽ മാതാവ് ഉടമ്പടികളിലൂടെ പ്രവർത്തിച്ച കാര്യങ്ങൾ സംശീകരിക്കാൻ കൂടി നിങ്ങളെ വിളിക്കുന്ന ഒരു സാക്ഷ്യമാണത്. ഈ സാക്ഷ്യം ഈ മകൾ പറഞ്ഞു തുടങ്ങുന്ന ഇപ്രകാരമാണ്. എൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ് ഞാൻ കൃപാസനത്തെ പറ്റി ആദ്യമായി അറിയുന്നത്. അതിനു മുൻപ് ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ എനിക്ക് കൃപാസന പത്രം കിട്ടിയിട്ടുണ്ട്. ഞാൻ സാക്ഷ്യങ്ങളൊക്കെ വായിച്ചു നോക്കിയിട്ടുണ്ട്. എന്നിരുന്നാലും കൂടുതലായിട്ട് ഞാൻ എന്താണെന്ന് അറിയാനൊന്നും ശ്രമിച്ചിട്ടില്ല. അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ട് എന്നോട് വിളിക്കുന്ന സമയത്തൊക്കെ പറയുമായിരുന്നു, പലതവണ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നീയും ഉടമ്പടി എടുക്കുക, എല്ലാം ശരിയാവും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാൻ ഉടമ്പടി എടുക്കണ്ട എന്നുള്ളൊരു ചിന്തയെ തന്നെയായിരുന്നു. കാരണം മറ്റൊന്നും കൊണ്ടല്ല, ആളെന്നോട് ഉടമ്പടി നിബന്ധനകളൊക്കെ പറഞ്ഞു. അപ്പോൾ എല്ലാ ദിവസവും രാവിലെ 5:30 എഴുന്നേൽക്കണം, എല്ലാ ദിവസവും മുടങ്ങാതെ പള്ളിയിൽ പോകണം. അപ്പോൾ ഇതൊക്കെ എന്നെ കൊണ്ട് പാലിക്കാൻ പറ്റുമോ എന്നുള്ളൊരു സംശയം കൊണ്ടാണ് ഞാൻ എടുക്കണ്ട എന്നുള്ളൊരു ചിന്തയിലിരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വലിയൊരു ദുരന്തം ഈ കുടുംബത്തെ തേടിയെത്തുന്നത്. അപ്പൻ ഓൾറെഡി മരിച്ചുപോയി. ഈ മകൾ സാക്ഷ്യത്തിൽ ഇത് പറയുന്നുണ്ട്. അമ്മയ്ക്ക് പെട്ടെന്ന് ഒരു കണ്ണിൻ്റെ ഭാഗത്തൊരു നീര് വരികയും പെട്ടെന്ന് സ്ട്രോക്ക് വന്ന് ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുകയും ചെയ്തു. അപ്പോൾ ആദ്യത്തെ ആശുപത്രിയിൽ പ്രത്യേകിച്ച് ഇമ്പ്രൂവ്മെൻ്റ് ഒന്നും ഇല്ലായിരുന്നപ്പോൾ കസിനെ വിളിച്ച് പറയുന്നുണ്ട് രണ്ടാമത്തെ ആശുപത്രിയിലോട്ട് കൊണ്ടുപോകാൻ. ഈ സമയമാണ് ഈ മകള് പറയുന്നത്, പരിശുദ്ധ അമ്മ ദൈവമാതാവേ, അമ്മയുടെ മുമ്പിൽ ഞാൻ വന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാം, എൻ്റെ അമ്മയെ രക്ഷപ്പെടുത്തണം. കാരണം ഈ മകളുടെ അപ്പൻ ഓൾറെഡി മരിച്ചുപോയി. അപ്പോൾ ഇനി അമ്മ മാത്രമേ ഉള്ളൂ. ഒരു വലിയ ഒരു തേങ്ങലാണ്. അപ്പോൾ ഈ മകള് ഈ ഒരു ദുരന്തമുഖത്തെ അതിജീവിക്കുന്നുണ്ട്. ഇങ്ങനെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷ്യമാകാനുള്ളൊരു വിളി, അത് ആര് പറഞ്ഞാലും കൃപാസനത്തിൽ നടന്നുള്ള പ്രത്യക്ഷീകരണം സത്യമായതുകൊണ്ട് പരിശുദ്ധ അമ്മ അതിനപ്പം തന്നെ ഒരു ഒപ്പ് ചേർത്തു. കാരണം ഈ മകൾ പറഞ്ഞ പ്രകാരമാണ്, അമ്മയുടെ അടുത്ത് വന്ന് സാക്ഷ്യപ്പെടുത്തിക്കോളാം. അതെ, കൃപാസനത്തിലെ നടന്ന പ്രത്യക്ഷീകരണം സത്യമായതുകൊണ്ട് ഈ മകളുടെ ആ ഒരു പ്രാർത്ഥന ആ മകൾ പറയുന്നുണ്ട്. വിശ്വാസത്തോടു കൂടിയാണ് ആ സമയം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ എനിക്കറിയില്ല. ഒരു സാധാ വിശ്വാസമുള്ളൊരു മകളാണ്. നടക്കുന്നത് അത്ഭുതമാണ്. പിന്നെ MRI ഒക്കെ ചെയ്യുമ്പോൾ സ്ട്രോക്കിൻ്റെതായ യാതൊരു പ്രശ്നവുമില്ല, വീട്ടിൽ പറഞ്ഞു വിടും. അതായത് മകൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഞാനിപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്, അമ്മ മാതാവ് ഞങ്ങൾക്ക് നേരെ വരാനിരുന്ന ആ വലിയൊരു ദുരന്തത്തെ തട്ടിമാറ്റി കളഞ്ഞതാണ്. ഒരിക്കലും ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുകയായിരുന്നില്ല. മാതാവ് എന്നെ തിരഞ്ഞെടുത്ത്, ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും തിരഞ്ഞെടുത്ത് ഇവിടെ വന്ന് ഉടമ്പടി എടുപ്പിക്കുകയായിരുന്നു. അത് വലിയൊരു ബോധ്യമാണ്, വലിയൊരു വിശ്വാസബോധ്യമാണ്. പലർക്കും ഉടമ്പടി എടുത്തവർക്ക് പോലും ഇല്ലാത്തൊരു ബോധ്യമാണത്. ദൈവം എന്നെ തിരഞ്ഞെടുത്തതാണ്. അതെ, ഒരു വ്യക്തിയും ഇങ്ങനെ ഒരു ആകസ്മികമായിട്ട് ഉടമ്പടിയിലേക്ക്, അതും അല്ലെങ്കിൽ കൃപാസനത്തിലൂടെ നിങ്ങൾ കടന്നു വരുന്നതല്ല.
ദൈവപിതാവ് നിങ്ങളെ തിരഞ്ഞെടുത്ത് കൊണ്ടുവരുന്നതാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? തന്നോട് കൂടെ ആയിരിക്കണം, പ്രസംഗിക്കാൻ അയക്കണം, അതുപോലെ തന്നെ പിശാചുക്കളെ വിഭീഷിക്കാൻ അധികാരം നൽകുവാനുമായിട്ടാണ് നമ്മളെ തിരഞ്ഞെടുത്ത് നിയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കൊരു അപ്പോസ്തലയാകാനുള്ളൊരു വിളിയായിട്ടാണ് ദൈവമാതാവ് ഒരു വ്യക്തിയെ ദൈവപിതാവിനാൽ ആകർഷിക്കപ്പെട്ട് കൃപാസനത്തിൽ കൊണ്ടുവന്ന് ഉടമ്പടി എടുപ്പിക്കുന്നത്. അപ്പോൾ ഈ മകൾക്ക് ആ ഒരു ബോധ്യം കിട്ടി, വലിയൊരു ബോധ്യമാണ്. അതെ, ഈ ദുരന്തത്തിലൂടെ കൃപാസനം നടന്ന പ്രത്യക്ഷീകരണത്തോടനുബന്ധിച്ച് കിട്ടിയ ഉടമ്പടിയിലേക്ക് ദൈവമാതാവ് എന്നെ തിരഞ്ഞെടുത്ത് ചേർക്കുകയായിരുന്നു എന്നാണ് ഈ മകൾ സാക്ഷ്യത്തിൽ പറയുന്നത്. വീണ്ടും ഈ മകൾ പറയുന്നുണ്ട്, ഞാൻ കേട്ടറ്റ് എക്സാം 6 തവണ എഴുതി തോറ്റ് വല്ലാതെ നാണം കെട്ട് നിന്ന ഒരവസ്ഥയിൽ കൂടെ പൊക്കോണ്ടിരുന്ന ഒരാളായിരുന്നു. ഭയങ്കര മാനസികമായിട്ട് ഞാൻ ഒത്തിരി വിഷമിച്ച ഒരു സമയമായിരുന്നു. ഞാൻ +2 കഴിഞ്ഞ് നേരെ TTC ആണ് എടുത്തത്. ഇപ്പം TTC കഴിഞ്ഞിട്ട് ഒരു 3-3.5 വർഷമായിട്ടുണ്ട്. എനിക്ക് 3-3.5 വർഷത്തിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു ജോലിക്ക് കയറാനോ ഒന്നിനും സാധിച്ചിട്ടില്ലായിരുന്നു. കാരണം കേട്ടിട്ട് ഞാൻ എത്ര പരിശ്രമിച്ചിട്ടും എന്നെക്കൊണ്ട് പാസ്സാവാൻ പറ്റുന്നില്ലായിരുന്നു. എനിക്ക് പാസ്സാവാൻ വേണ്ട പാസ് മാർക്ക് എന്ന് പറയുന്നത് 90 മാർക്കാണ്. ഞാൻ 87 വരെ വന്ന് നിന്നിട്ടുണ്ട്. ഒത്തിരി വിഷമിച്ചിട്ടുണ്ട്. അതിനേക്കാളും എന്നെ വിഷമിപ്പിച്ചുകൊണ്ടിരുന്നത് ചുറ്റുമുള്ള ആൾക്കാരുടെ കളിയാക്കലും പരിഹാസങ്ങളുമായിരുന്നു. മറ്റെന്തെങ്കിലും കോഴ്സ് നോക്കിക്കൂടെ, പക്ഷേ എൻ്റെ സിറ്റുവേഷനും എൻ്റെ സാഹചര്യങ്ങളും വെച്ച് എനിക്കിനി മറ്റൊന്നിനും പോകാൻ സാധിക്കില്ല. നമുക്കറിയാമല്ലോ, സ്വാഭാവികമായിട്ടും നാട്ടിൻപുറങ്ങളിലല്ലാത്തടത്താണെങ്കിലും ഇതേപോലെ വിദ്യാഭ്യാസത്തിലൂടെ അല്ലെ ആ ഒരു ടൈമിലായിരിക്കുന്ന മക്കളോട്, അതുമല്ലെങ്കിൽ ജോലി ഇല്ലാതിരിക്കുന്ന മക്കളോട് എല്ലാവരും, അടുപ്പക്കാരും അല്ലാത്തവരും എല്ലാവരും ചോദിക്കും, ഒന്നും റെഡി ആയില്ലേ? ആ ചോദ്യം നിങ്ങളിൽ പലരും, ഏറെ പ്രത്യേകിച്ച് യുവാക്കൾ അഭിമുഖീകരിച്ചിട്ടുണ്ടാവും. ഒന്നും എത്തിയില്ലല്ലോ എന്നുള്ള രീതിയിലുള്ള ആൾക്കാരുടെ ചോദ്യം. അത് പല രീതിയിലുള്ള ചോദ്യങ്ങളാകാം. ഈ മകൾ ഒരു ആക്ഷേപത്തിൻ്റെ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്ന സമയം കൂടിയായിരുന്നു അത്. ഞാൻ പറഞ്ഞ പോലെ 3.5 വർഷമായിട്ടും TTC പാസ്സായി 3.5 വർഷമായിട്ട് ഇങ്ങനെ കേട്ടറ്റ് ഇങ്ങനെ എഴുതിക്കൊണ്ടിരുന്നു. 6 തവണ എഴുതി ഫെയിലായി, തോറ്റുപോയി. അപ്പോൾ ഈ മകളുടെ കഴിവ് കൊണ്ട് ആ എക്സാം ഈ മകൾക്ക് പാസ്സാകാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ മകൾ പറയുന്നുണ്ട്, മരിയൻ ഉടമ്പടിയിലോട്ട് വന്നതിന് ശേഷം മരിയൻ ഉടമ്പടിയുടെ ഒരു നിബന്ധന ഞാൻ കഴിഞ്ഞ എപ്പിസോഡിലും പറഞ്ഞായിരുന്നു, നിങ്ങൾ ഒരിക്കലും മരിയൻ ഉടമ്പടി എടുത്ത മക്കൾ മരിയൻ ഉടമ്പടി ധ്യാനം നിങ്ങൾ മിസ് ചെയ്യരുത്. അത് നിങ്ങൾ എത്ര പെയിൻ എടുത്താലും നിങ്ങളത് കൂടിയിരിക്കണം. ചൊവ്വാഴ്ച ദിവസങ്ങളിൽ 11:30 മണിക്കാണ്. നിങ്ങൾ വീടുകളിൽ ഫ്രീ ആയിട്ടുള്ള മക്കളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ സമയം തന്നെ പങ്കെടുത്ത് പ്രാർത്ഥിക്കണം. ഇനി നിങ്ങൾ ജോലിക്കും മറ്റാവശ്യങ്ങൾക്കും അതോ അല്ലെങ്കിൽ പുറത്തൊക്കെ ആയിരിക്കുന്ന മക്കളാണെന്നുണ്ടെങ്കിൽ ഏറ്റവും അടുത്ത സമയം തന്നെ, അതിപ്പോൾ ചൊവ്വാഴ്ചയാണ് ധ്യാനം നടക്കുന്നത്, ഒരു ബുധൻ അതുമല്ലെങ്കിൽ വ്യാഴം, ഈ ഒരു 3 ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾ ഫ്രഷായിട്ട് നിങ്ങൾക്ക് വേണ്ടി പരിശുദ്ധ അമ്മ ഒരുക്കി വെച്ചിരിക്കുന്ന ഒരുപാട് വിഭവങ്ങൾ ആ ഒരു ഉടമ്പടി ധ്യാനത്തിലുണ്ട്. കാരണം അമ്മ ദൈവിക കരുണ നിങ്ങളിലേക്ക് ചൊരിയാൻ വെമ്പൽ കൊണ്ടുകൊണ്ട് നിങ്ങളെ മാടി വിളിക്കുന്ന ഒരു സങ്കേതമാണ് ഈ ഒരു പ്രത്യക്ഷീകരണ സന്നിധാനം എന്ന് പറയുന്നത്. അപ്പോൾ അമ്മയ്ക്ക് ആഗ്രഹമുണ്ട്, ആരെങ്കിലും പരിശുദ്ധ അമ്മയുടെ കൃപാസനത്തിൽ പ്രത്യക്ഷയായ ദൈവമാതാവിൻ്റെ മധ്യസ്ഥതയിൽ ഉടമ്പടി എടുക്കുമ്പോൾ അമ്മയുടെ പ്രത്യക്ഷീകരണം സത്യമായതുകൊണ്ട് അല്പമെങ്കിലും, ഞാൻ ഒരു വിശ്വാസമില്ലാത്ത മക്കളെക്കുറിച്ചാണ് പറയുന്നത്, അല്പമെങ്കിലും വിശ്വാസം ഉണ്ടെങ്കിൽ ആ മക്കൾക്ക് വലിയ കരുണ ആദ്യം ചൊരിഞ്ഞ് ആ മക്കളെ ബ്ലെസ് ചെയ്തിട്ട് പിന്നെയാണ് പടിപടിയായിട്ട് മാതാവ് സാങ്ക്ടിഫൈ ചെയ്യുന്നത്. അങ്ങനെയാണ് ഇവിടെ കണ്ടിരിക്കുന്നത്. ആദ്യം പരിശുദ്ധ അമ്മ കൈ നിറച്ച മക്കൾക്ക് കോരിക്കൊടുക്കും, വാരിക്കോരി കൊടുക്കും. അപ്പോൾ ഈ സാക്ഷ്യവും പ്രകാരമുള്ള സാക്ഷ്യമാണ്. ഈ മകൾ പറയുന്ന പ്രകാരമാണ് ഉടമ്പടിയുടെ ഒരു നിബന്ധനയായ മരിയൻ ഉടമ്പടി ധ്യാനം. കൈ കൂപ്പി തലയിൽ തുണിയൊക്കെ ഇട്ട് അതീവ ഭക്തിയോടെ മകൾ ആ വാക്ക് തന്നെ ഉപയോഗിക്കുന്നുണ്ട്. കൃപാസനത്തിൽ എപ്രകാരം ധ്യാനം കൂടുന്നു ആ രീതിയിലാണ് ഞാൻ അന്ന് ആഴമായിട്ടുള്ള ആ ഒരു ദൈവസ്നേഹത്തോടെ ആ ഉടമ്പടി ധ്യാനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ലാസ്റ്റ് അച്ഛൻ സന്ദേശത്തിൻ്റെ സമയത്ത് ജോസഫ് അച്ഛൻ പറഞ്ഞു, കെ എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് ലെറ്റർ കാണുന്നു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വലിയ കാര്യമാക്കിയില്ല, അതൊരു പേരാവാം എന്നിങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ കാര്യമാക്കിയില്ല. അതിനുശേഷം അച്ഛൻ പറഞ്ഞു, എനിക്കതിൻ്റെ വിശദീകരണങ്ങളൊന്നും അറിയില്ല, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാവാം, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിഷയങ്ങളാവാം എന്നിങ്ങനെ പറഞ്ഞു. അങ്ങനെ അത് പറഞ്ഞപ്പോൾ ഞാൻ ശരിക്കും പൊട്ടിക്കറിഞ്ഞു പോയി. കാരണം എൻ്റെ നിയോഗമായിരുന്നു കേട്ടറ്റ് എക്സാം പാസ്സാവുക എന്നുള്ളത്. അതിൻ്റെ ആദ്യത്തെ ലെറ്ററാണ് കെ എന്ന് പറയുന്നത്. അപ്പോൾ ആ പരിശുദ്ധ അമ്മ എനിക്ക് തന്ന ഏറ്റവും വലിയ ഉറച്ച ഒരു അടയാളമായിരുന്നു ആ ഒരു. അപ്പം അതിൻ്റെ അകത്ത് അച്ഛൻ പറഞ്ഞത്, അതിൻ്റെ അകത്ത് ദൈവിക ചൈതന്യം വന്നു നിറയുന്നുവോ. അതെ, പരിശുദ്ധ അമ്മ ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഇത് എങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ.
കന്യകയായി ജീവിക്കാൻ ആഗ്രഹിച്ച പരിശുദ്ധ അമ്മ ദൂതൻ വലിയ മംഗളവാർത്താ സന്ദേശം കൈമാറുമ്പോൾ സന്ദേഹത്തോടെ ചോദിക്കുന്നൊരു ചോദ്യമാണ്, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. അപ്പോൾ തന്നെ ദൂതൻ മറുപടി പറയുന്നത് ലൂക്ക 1:35, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്നിൽ പ്രവർത്തിക്കും, ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. എന്നിട്ട് പറയും, അതെ, ദൈവത്തിന് ഒന്നും അസാധ്യമല്ലല്ലോ. അപ്പോൾ മറിയം പറയും, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന വചനമാണ് ലൂക്ക 1:38, ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു പോകുന്ന ഇപ്രകാരമാണ്. ഈ മരിയൻ ഉടമ്പടി ധ്യാനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ ഈ അൾത്താരയിൽ നിന്ന് പറയുകയാണ്, കെ എന്ന് തുടങ്ങുന്ന ലെറ്ററിലുള്ള വിഷയങ്ങളുടെ മേൽ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ലെറ്ററുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുടെ മേൽ വലിയ ദൈവിക ചൈതന്യം വന്നു നിറയുന്നു, തടസ്സങ്ങൾ നീങ്ങിപ്പോകുന്നു. അപ്പോൾ ഈ മകൾക്ക് അപ്പോൾ തന്നെ ദൈവത്തിൻ്റെ വലിയ കറണ്ട്, അതും അല്ലെങ്കിൽ സന്ദേശം ഈ മകൾ അപ്പം തന്നെ സ്വീകരിക്കുകയാണ്. കാരണം ഈ മകൾ അത്ര ഭക്തിയോടുകൂടി എല്ലാം കൈവിട്ട് പോയി പൂർണ്ണമായിട്ട് വിശ്വാസം അർപ്പിച്ചുകൊണ്ടാണ് ഈ ഉടമ്പടി ധ്യാനം കൂടുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 6 തവണ കേട്ടറ്റ് എക്സാം എഴുതി ഫെയിലായ മകളാണ്. ഇനി 7ാം തവണ എഴുതാൻ പോകുന്നു. ഈ മകൾ പറയുന്നുണ്ട്, അപ്പോൾ തന്നെ എനിക്ക് ആ ഒരു സന്ദേശം കിട്ടി, എൻ്റെ വിഷയമാണ് ജോസഫ് അച്ഛൻ പറയുന്നതെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. പിന്നീട് ആ മകൾ പറയുന്നുണ്ട്, അതായത് കൃപാസനത്തിലോട്ട് ആ സമയം മരിയൻ ഉടമ്പടി പുതുക്കാൻ വരുന്നു, പരിശുദ്ധ അമ്മയെ സംവഹിക്കാനുള്ള വലിയ ഭാഗ്യം കിട്ടുന്നു. എക്സാം ഹോളിലോട്ട് പോകുമ്പോൾ സുഗന്ധാഭിഷേകമായി മാതാവ് കൂടെ കൂടുന്നു. 90 മാർക്ക് വേണ്ട സ്ഥാനത്ത് 94 മാർക്ക് നൽകിയാണ് ഈ മകളെ പരിശുദ്ധ അമ്മ അനുഗ്രഹിക്കുന്നത്. കേട്ടറ്റ് എക്സാം പാസ്സാവുന്നു. ഈ മകൾ പറയുന്നുണ്ട്, ഇത് വെറും ഒരു സാക്ഷ്യമല്ല. 7ാം തവണ കേട്ടിട്ട് ഞാൻ എക്സാം പാസ്സായത് ഇതൊരു വെറും സാക്ഷ്യമല്ല, ഇത് അടയാളത്തോടു കൂടിയ ഒരു മരിയൻ സീലോട് കൂടിയ ഒരു സാക്ഷ്യമാണ് എന്നാണ് ഈ മകൾ ഇവിടെ സാക്ഷ്യപ്പെടുന്നത്. ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ എനിക്ക് യുവജനതയോട് പറയാനുള്ള മറ്റൊരു കാര്യം എന്നുള്ളത്, നിങ്ങൾ ഇതേപോലെ വർഷങ്ങളായിട്ട് നിങ്ങളൊരു കാര്യം, ചിലപ്പോൾ നിങ്ങൾ ഒരു വിസ പ്രൊസീഡ് ചെയ്യുന്നതായിരിക്കാം, അതുമല്ലെങ്കിൽ ഒരു അഡ്മിഷൻ എടുക്കുന്ന വിഷയമായിരിക്കാം, അങ്ങനെ നാളുകളായിട്ട് തടസ്സങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ പൂർണ്ണമായിട്ട് ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഈ മരിയൻ ഉടമ്പടി ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന സമയം നിങ്ങൾ ആ വിഷയം ഈശോയ്ക്ക് ദിവ്യകാരുണ്യനാഥന് വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കണം. തീർച്ചയായിട്ടും അമ്മ പരിശുദ്ധം ആ സമയം നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിച്ച് ഈ ഉടമ്പടി ആരാധനയിലൂടെ നിങ്ങൾക്ക് ഒറ്റ ആരാധനയിലൂടെ തന്നെ നിങ്ങൾക്ക് ഉത്തരം ലഭിക്കും. കാരണം 2004 ഡിസംബർ 7-ാം തീയതി ഉച്ച കഴിഞ്ഞ് ഇവിടെ പരിശുദ്ധമ്മ പ്രത്യക്ഷപ്പെട്ടതും ഒരു ദിവ്യകാരുണ്യ ആരാധന മതിയാണ്. അവിടെയാണ് പരിശുദ്ധ അമ്മ വലിയ സന്ദേശം പറഞ്ഞു, ദുരന്തം ഉണ്ടാകാൻ പോകുന്നു, പ്രാർത്ഥിക്കണം. അതെ, ഈ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞപ്പോൾ പരിശുദ്ധ അമ്മ നമുക്ക് നൽകിയ പ്രാർത്ഥനയാണ് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കണം എന്നുള്ളത്. അപ്പോൾ പരിശുദ്ധ അമ്മ തന്നെ നൽകിയ സന്ദേശമാണ് ഈ ദുരന്തമുഖത്തെ അഭിമുഖീകരിക്കുവാൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കണമെന്ന്. അതെ, ദൈവപിതാവ് നമുക്ക് നൽകിയ വലിയൊരു പ്രാർത്ഥനയാണ് മരിയൻ ഉടമ്പടി. ഈ ഉടമ്പടി നൽകുന്ന ഒരു ഉറപ്പിൻ്റെ ഒരു വലിയ സാക്ഷ്യമാണ് അനില പറയുന്നത്. അതെ, 3.5 വർഷം ആ ഒരു ഫയൽ എഴുതി തള്ളിയൊരു വിഷയമാണ്. അത് പരിശുദ്ധ അമ്മ ഇടപെട്ടപ്പോൾ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ പറഞ്ഞതുപോലെ ദൈവിക ചൈതന്യം നിറഞ്ഞ് തടസ്സങ്ങൾ നീങ്ങിപ്പോകുന്നു എന്ന് പറഞ്ഞ ആ സന്ദേശം അച്ചിട്ടായി നിറവേറപ്പെട്ട വലിയൊരു സാക്ഷ്യം. ഈ ഒരു സാക്ഷ്യം കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ ഓടി വന്നത് 31-ാം സങ്കീർത്തനത്തിലെ 2 വചനങ്ങളാണ്. സങ്കീർത്തനങ്ങൾ 31:19. കർത്താവേ, അങ്ങയുടെ അനുഗ്രഹങ്ങൾ എത്ര വിപുലമാണ്, തൻ്റെ ഭക്തർക്ക് വേണ്ടി അവിടുന്ന് അവ ഒരുക്കി വച്ചിരിക്കുന്നു, അങ്ങയിൽ അഭയം തേടുന്നവർക്ക് അവ പരസ്യമായി നൽകുന്നു. അതെ, കർത്താവ് ഒരുപാട് അനുഗ്രഹങ്ങൾ അവൾക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്നുണ്ട്. ഒന്ന് മാത്രം, അവിടുത്തെ അഭയം തേടുന്നവർക്കാണ് അത് പരസ്യമാക്കി ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്നത്. അനില എന്നാണോ ഈ സ്വന്തം മടിയും അതേപോലെ തന്നെ ഈ ആധ്യാത്മിക ആസ്തിയില്ലായ്മയൊക്കെ മാറ്റിവെച്ച് പരിശുദ്ധ ദൈവമാതാവിൻ്റെ കരം പിടിച്ച് ഉടമ്പടിയിൽ ശരണം വെച്ചപ്പോൾ പരസ്യമായിട്ട് ഒരു സാക്ഷ്യപീഠത്തിലേക്കാണ് വലിയ അനുഗ്രഹങ്ങൾ നൽകി ഈ മകളെ ഉയർത്തുന്നത്. ഞാൻ പറഞ്ഞ സാക്ഷ്യങ്ങൾ മാത്രമല്ല കേട്ടോ, അതിൻ്റെ കൂട്ടത്തിൽ ഈ മകള് സഹോദരന് കിട്ടിയ BCom അഡ്മിഷനും നല്ലൊരു കോളേജ് കിട്ടിയതും മറ്റു വിഷയങ്ങളെല്ലാം ഈ മകൾ പറയുന്നുണ്ട്. അതെ, ദൈവം വലിയ അനുഗ്രഹങ്ങളാണ് നമുക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്നത്.
ഉടമ്പടി എടുക്കാൻ മടിച്ചു നിൽക്കുന്ന മക്കളോട്, ഏറെ പ്രത്യേകമായിട്ട് യുവതി യുവാക്കളോട്, പല കാര്യങ്ങളുടെ പിന്നാലെ നടന്ന് മടുത്ത മക്കളോട്. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ മകൾ പറയുന്ന കേട്ടറ്റ് എക്സാമിൻ്റെ കാര്യമാണ്. ഇനി നിങ്ങളുടെ വിഷയം ചിലപ്പോൾ IELTS ആയിരിക്കാം, OET ആയിരിക്കാം, ജർമ്മൻ എക്സാം ആയിരിക്കാം, അതുമല്ലെങ്കിൽ ഇനി വിസ അടിച്ചു കിട്ടുന്ന വിഷയമായിരിക്കും. ഇങ്ങനെ നാളുകളായിട്ട് ഇങ്ങനെ എഴുതിത്തള്ളിയ വിഷയങ്ങൾ. അതെല്ലാം ഉടമ്പടിയിൽ ശരണം വെച്ചുകൊണ്ട്, ഞാൻ നേരത്തെ വീണ്ടും പറയുന്നു, ഉടമ്പടി ധ്യാനം നിങ്ങളത് ഉറപ്പായിട്ടും കൂടണം. ഉടമ്പടിയിൽ വെള്ളം ചേർക്കാതെ നിങ്ങൾ ദൈവസ്നേഹത്തോടെ പാലിച്ചുകൊണ്ട് ഉടമ്പടി ധ്യാനത്തിൽ നിങ്ങൾ പങ്കെടുത്താൽ തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനിലൂടെ, ആരാധനയിലൂടെ തന്നെ നിങ്ങൾക്ക് ദൈവഹിതം വെളിപ്പെടുത്തി കിട്ടും. ആ ഒരു ഉറപ്പിലാണ് ഈ മകൾ പോകുന്നത്. ഈ മകൾ പറയുന്നുണ്ട്, വീണ്ടും എക്സാം എഴുതുമ്പോൾ നാട്ടുകാർ മൊത്തം എന്നെ കളിയാക്കി, ഇനിയിപ്പോൾ എന്താവും, റിസൾട്ട് വരുമ്പോൾ മറ്റേ പോലെ ആവുമോ എന്നൊക്കെ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. പക്ഷെ അവിടെ ഈ മകൾ ഉറച്ച ബോധ്യത്തോടെ മറ്റൊരു സാക്ഷ്യപ്പെടുത്തുന്നത്, ഇത് അങ്ങനെയല്ല, പരിശുദ്ധ അമ്മ ഈ വിഷയത്തിൽ എനിക്ക് അടയാളം തന്നിട്ടുണ്ട്, വലിയ ദൈവിക ഇടപെടലുണ്ടാവും. വീണ്ടും 31-ാം സങ്കീർത്തനം 20-ാം തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്: അങ്ങ് അവരെ മനുഷ്യരുടെ ഗൂഢാലോചനയിൽ നിന്ന് രക്ഷിക്കാൻ അങ്ങയുടെ സാന്നിധ്യത്തിൻ്റെ മറവിൽ ഒളിപ്പിച്ചു. നിന്ദാവചനങ്ങൾ ഏൽക്കാതെ അങ്ങയുടെ കൂടാരത്തിൽ അവരെ മറച്ചു വെച്ചു. അതെ, നമ്മൾ കടന്നുപോയിക്കൊണ്ടിരുന്ന ഇപ്പോഴത്തെ അപമാനങ്ങൾ നീക്കിക്കളയുവാൻ, അത് എന്നേക്കുമായി കണ്ണുനീരോടെ വന്ന് ജയഘോഷത്തോടെ കൊയ്ത് തിരിച്ചു പോകുവാൻ ഒരു മരിയൻ കൂടാരം ദൈവപിതാവ് നമുക്ക് വേണ്ടി ഈ ഭൂമിയിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് കേരളത്തിൽ ഈ മണ്ണിലാണ് ദൈവപിതാവ് സീല് ചെയ്ത സ്ഥലം. അത് കൃപാസനമാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരമ്മ ഇവിടെ സാക്ഷ്യപ്പെടുത്തിയത് പ്രകാരമാണ്, വർഷങ്ങളായിട്ട് വിവാഹം കഴിഞ്ഞ 3 മക്കൾക്കും കുഞ്ഞുങ്ങളില്ല. ആ ഒരു അവസ്ഥ അതിഭീകരമാണ്. ഈ അമ്മ പറയുന്നുണ്ട്, ഈ ഒരു അപമാനത്തിൽ നിന്ന് ഉടമ്പടി എടുത്തപ്പോൾ അത് ഞൊടിയിടയിലാണ് 3 പേർക്കും, ഒരാൾക്കല്ല, പല ഏജ് ഡിഫറൻസ് ഉള്ള മക്കളാണ്. വർഷങ്ങളായിട്ട് 3 മക്കൾക്കും കുഞ്ഞുങ്ങളില്ല, വിവാഹം കഴിഞ്ഞവരാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങൾ അപ്പീതാ സാക്ഷി 20,000-ന്റെ മുകളിൽ ഈ ദിവസങ്ങളിൽ തന്നെ ഒരുപാട് പേര് സാക്ഷ്യം കണ്ടിട്ടുണ്ട്. അപ്പോൾ അമ്മ ഉറച്ച ബോധ്യത്തോടെ പറയുന്നുണ്ട്, ഉടമ്പടിയിൽ ശരണം വെച്ച് മുന്നേറിയപ്പോൾ 3 മക്കൾക്കും. ആ ഒരു സാക്ഷി നിങ്ങളൊന്ന് തിരിച്ചൊന്ന് ചിന്തിച്ചേ. വർഷങ്ങളായിട്ട് പിള്ളേരില്ല, അവർക്ക് കൃപാസനം അറിയില്ല, ഉടമ്പടി അറിയില്ല. പക്ഷേ ദൈവമാതാവ് ഉടമ്പടിയിലൂടെ ആ കുടുംബത്തെ സന്ധിക്കുകയായിരുന്നു. ആ അപമാനം ആ ഭവനത്തിൽ നിന്ന് നീക്കിക്കളം. ഈ മകളോട് പറയുന്നുണ്ട്, ഇത്രയേറെ എക്സാം എഴുതി 6 തവണ ഇങ്ങനെ കേട്ടറ്റ് എഴുതി തോറ്റപ്പോൾ നാട്ടുകാർ മൊത്തം എന്നെ കളിയാക്കിയിട്ടുണ്ട്. ഇനി എക്സാം എഴുതാൻ പോയപ്പോഴും വീണ്ടും കളിയാക്കൽ. പക്ഷേ അതെ, മനുഷ്യരുടെ നിന്നാപമാനം ഏൽക്കാതിരിക്കാൻ അവിടുന്ന് തൻ്റെ സാന്നിധ്യത്തിൻ്റെ മറവിൽ എന്നെ മറച്ചു വെച്ച് കൂടാരത്തിൽ ഒളിപ്പിക്കുകയാണ്. അതെ, ഉടമ്പടി നൽകുന്ന ഒരു ഉറപ്പ്. ഈ ഒരു സമാഗമ കൂടാരത്തിൽ നിങ്ങൾ അഭയം പ്രാപിക്കുമ്പോൾ തീർച്ചയായിട്ടും, ഞാൻ ആദ്യം പറഞ്ഞത് വീണ്ടും പറയുന്നു, സമാഗമ കൂടാരത്തിൽ നിങ്ങൾ വൻസ് വന്നു കഴിഞ്ഞാൽ കൃപാസനത്തിൻ്റെ മുകളിൽ നിന്ന് ദൈവം സംസാരിക്കുന്നത് നിങ്ങൾ ആദ്യം ശ്രവിക്കാൻ പഠിക്കണം. അനിലയുടെ ജീവിതത്തിൽ വലിയ തടസ്സങ്ങൾ നീങ്ങിപ്പോയത് ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനാണ് ഇവിടുത്തെ ഉടമ്പടിയുടെ അതോറിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ സമാഗമ കൂടാരത്തിൽ നിങ്ങൾ വന്നു കഴിയുമ്പോൾ ഇതിൻ്റെ സാക്ഷ്യ കൂടാരത്തിൻ്റെ മുമ്പിൽ നിന്ന്, അതുമല്ലെങ്കിൽ കൃപാസനത്തിൻ്റെ മുകളിൽ നിന്ന് ദൈവം സംസാരിക്കുന്നത് ആത്യന്തികമായിട്ട് ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനിലൂടെയാണ്. അത് നിങ്ങൾക്ക് ശ്രവിക്കാൻ പറ്റുന്ന ഒരുപാട് മക്കൾ, നിങ്ങൾക്കറിയാവുന്ന പോലെ 20 ലക്ഷത്തിൻ്റെ അടുത്തുള്ള മക്കൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പോയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഉറപ്പായിട്ടും ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനെ പലർക്കും ഇതുവരെ വലിയ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടില്ല. പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും മുഖാഭിമുഖം ദൈവവുമായിട്ട് കണ്ടുമുട്ടിക്കൊണ്ട് വചനങ്ങൾ, ദൈവിക സന്ദേശങ്ങൾ ശ്രവിക്കുവാൻ ദൈവം നമുക്കൊരു ഉപാധി ഒരുക്കി വെച്ചിട്ടുണ്ട്. അതാണ് മരിയൻ ഉടമ്പടി ധ്യാനം. ഈ ഉടമ്പടി ധ്യാനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചപ്പോഴാണ് ഈ അനിലയുടെ ജീവിതത്തിൽ വലിയൊരു തടസ്സം നീങ്ങിപ്പോയത്. അതുകൊണ്ട് തന്നെ ആ ഒരു ആത്മാഭിഷേകത്തോടെ, വലിയ ഒരുക്കത്തോടെ ആ മകൾ പറയുന്നുണ്ട്, ആ ധ്യാനം എങ്ങനെയാണ് പങ്കെടുത്തത്. വെറുതെ ഒരുപാട് അമ്മച്ചിമാരൊക്കെ കിച്ചണിൽ ജോലി ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഇതൊന്ന് പ്ലേ ചെയ്തു. തീർച്ചയായിട്ടും വൺസ് നിങ്ങൾ മരിയൻ ഉടമ്പടി ധ്യാനം
ഇപ്പോൾ കഴിഞ്ഞ ദിവസം നടന്നൊരു ധ്യാനം നിങ്ങൾ ഒരു പ്രാവശ്യം നിങ്ങൾ ഭക്തിപൂർവ്വം കൂടി, രണ്ടാമത്തെ തവണ റിപ്പീറ്റ് ചെയ്യാൻ നേരത്ത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതേപോലെ നിങ്ങൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ നിങ്ങൾക്ക് പാർട്ട് ടൈമായിട്ടൊക്കെ കേൾക്കാം. പക്ഷേ ആദ്യ തവണ നിങ്ങൾ ധ്യാനം കൂടുമ്പോൾ അങ്ങനെ അലസമായിട്ട് കൂടരുത്. അത് ഈ മകൾ പറയുന്നുണ്ട്, ദേവാലയത്തിൽ എപ്രകാരമാണ് ആയിരുന്നത് അതേപോലെ തന്നെയാണ് ഞാൻ മരിയൻ ഉടമ്പടി ധ്യാനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചത്. അപ്പോഴാണ് ആ ദൈവിക സന്ദേശം ഉടനടി അത് സ്വീകരിച്ച് വചനം വിശ്വസിച്ച് നടപ്പിൽ വരുത്തി വലിയ സാക്ഷ്യമാക്കി മാറ്റാൻ ഈ മകൾക്ക് സാധിച്ചത്. ഒരു നിമിഷം നമുക്ക് കണ്ണുകളടയ്ക്കാം. പരിശുദ്ധമ്മേ, ദൈവമാതാവേ, അമ്മ ഈ മകളെ ഉടമ്പടിയിലേക്ക് തിരഞ്ഞെടുത്തതിന് നന്ദി പറയുന്നു. ഒരുപാട് മക്കൾ ഈ ആലയത്തിലേക്ക് കടന്നു വരാൻ മടി കാണിച്ചു നിൽക്കുന്നുണ്ട്. ഒരുപാട് യുവതി യുവാക്കൾ ഒരു വർഷങ്ങളായിട്ട് ഒരുപാട് ജീവിത തടസ്സങ്ങളിലൂടെയൊക്കെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നെങ്കിലും ഒന്ന് എളിമപ്പെട്ട് ഉടമ്പടിയിൽ അമ്മയുടെ ആ ഒരു വലിയ നീല മേലങ്കിക്കുള്ളിൽ അഭയം പ്രാപിക്കാൻ മടിച്ചു നിൽക്കുന്ന ഒരുപാട് മക്കളുണ്ട്. അമ്മേ മാതാവേ, ആ മക്കളോട് കരുണയായിരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരുപാട് മാതാപിതാക്കളാണ് ഒന്ന് ആഗ്രഹിക്കുന്നത്, എൻ്റെ മകൻ അല്ലെങ്കിൽ മകൾ അവർ വിശ്വാസ ജീവിതത്തിലേക്ക് വന്ന് ഈ അമ്മയുടെ കരുണ ഒന്ന് രുചിച്ചറിയാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന്. ആ മക്കളെ എല്ലാവരെയും ഈ സമയം ഓർത്തു പ്രാർത്ഥിക്കുന്നു. കരിയർ തകർച്ചകളിലൂടെ ഒരു തീരുമാനമെടുക്കാൻ വിഷമിച്ച് കഴിയുന്ന ഒരുപാട് മക്കളെ, ആ മക്കളെ ഉടമ്പടിയിലായിരിക്കുന്നവരുണ്ട്, അല്ലാത്തവരുണ്ട്, അവരുടെ മാതാപിതാക്കൾ ഉടമ്പടിയിലായിരിക്കുന്നവരുണ്ട്. എല്ലാവരെയും പ്രത്യേകമായിട്ട് ഈ സമയം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഒപ്പം തന്നെ ഓരോരോ രോഗ ദുരിതങ്ങളിലൂടെയും ജീവിത ക്ലേശങ്ങളിലൂടെയും കടന്നു പോകുന്ന മക്കളുടെ വലിയ നൊമ്പരങ്ങളെ ഈ ശുശ്രൂഷയിൽ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരെല്ലാവരിലേക്കും വലിയ ദൈവിക ചൈതന്യം നിറച്ചുകൊണ്ട് ഈ അനിയിലെ സാക്ഷ്യപീഠത്തിലേക്ക് ഉയർത്തിയതുപോലെ അവരിലൂടെയും അനേകം പേരിലേക്ക് ഇനിയും പ്രത്യക്ഷീകരണ സന്ദേശം നീ കൈമാറുന്നു എന്ന് ഞങ്ങൾക്കറിയാം. എങ്കിലും ആ മക്കളെ പ്രത്യേകമായിട്ട് ഉപകരണമാക്കണമേ എന്ന് ഞങ്ങൾ ഈ സമയം പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ഈ ശുശ്രൂഷയിലൂടെ ഞങ്ങളോട് നീ സംസാരിച്ചതുപോലെ മരിയൻ ഉടമ്പടി ധ്യാനം വലിയ ഭയഭക്തിപൂർവ്വം പങ്കെടുക്കുവാൻ, അതേ കൃപാസനത്തിൻ്റെ മുകളിൽ നിന്ന് ദൈവം സംസാരിക്കുമ്പോൾ അത് സ്വീകരിക്കാൻ തക്ക രീതിയിലുള്ള വിശുദ്ധിയും എളിമയും ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഞങ്ങൾ ഒരു നിമിഷം പ്രാർത്ഥിക്കുന്നു. മരിയൻ ഉടമ്പടി ധ്യാനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളെയും വലിയ സാക്ഷ്യമായി, പ്രത്യക്ഷീകരണത്തിൻ്റെ വലിയ സാക്ഷ്യമായി ഉയർത്തണമേ എന്ന് ഞങ്ങൾ ഈ സമയം പ്രാർത്ഥിക്കുന്നു. ഏറെ പ്രത്യേകമായിട്ട് ഈ ലിവിങ് ഒറക്കിൾ എപ്പിസോഡിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന മുഴുവൻ മക്കളെയും, കരിയർ തകർന്നിരിക്കുന്ന മക്കളെയും, വർഷങ്ങളായിട്ട് ജീവിത തടസ്സങ്ങൾ നേരിടുന്ന വിഷയങ്ങളെയും ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആവേ മരിയ. നമ്മുടെ കൃപാസനം പ്രത്യക്ഷീകരണ സന്നിധാനത്തിൽ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനോടൊപ്പം സമർപ്പിതരായി ശുശ്രൂഷ ചെയ്യാൻ ആഗ്രഹിക്കുന്ന സഹോദരങ്ങൾ, ഏറെ പ്രത്യേകമായിട്ട് +2 ഡിഗ്രി പാസ്സായ മക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന ഇമെയിൽ അഡ്രസ്സിൽ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങളുടെ CV അയയ്ക്കുക. തീർച്ചയായിട്ടും പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷികളായി ജീവിക്കുവാൻ നിങ്ങൾക്കൊരു ആന്തരിക ബോധ്യം, അതുമല്ലെങ്കിൽ ദൈവപിതാവ് നിങ്ങളെ വിളിക്കുന്നു എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.